അപ്പം മൂഞ്ചിയ കോവ, എടി മൂഞ്ചിയ കോവേ, നീ ഊടായ്പ് കാണിക്കുമ്പോൾ ലേശവും കൂടി ഒരു വൃത്തിക്ക് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എല്ലാവരും വിശ്വസിച്ചിടി. നീ പെയിൻറ്റിങ്സ് നിർത്താൻ പറഞ്ഞിട്ട് എൻ്റെ ചാറ്റ് കൊണ്ടുവന്നിട്ട് ഇടറി നീ. നീ എന്താ വിചാരിച്ച് എൻ്റെ വായിൽ പഴം പുഴുങ്ങി വെച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടൂല, ഇങ്ങനെ തന്നെ മിണ്ടാണ്ടിരിക്കുന്നു വിചാരിച്ചോ? എടി, എൻ്റെ അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നെ ചാറ്റ് ചെയ്ത സംഭവങ്ങൾ നിനക്ക് ധൈര്യമുള്ളവളാണ്, കൊണ്ടുവന്ന് ഇടറി അങ്ങോട്ട്. കൊണ്ടുവന്ന് ഇട്. നീ എന്താ ഏതോ ഒരു ഫോണിൽ നിന്ന് എൻ്റെ പേര് ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയ ചേച്ചി എന്നല്ലല്ലോടി എൻ്റെ സോഷ്യൽ മീഡിയ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്നാണ് ഞാൻ നീ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ DPയും അതിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണോ ഡി? നീ എന്ത് ആളെ പടുവിഡ്ഢിയാക്കുകയാണോ? അപ്പം ഞാൻ കാണിച്ചു തരട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അയച്ച ചാറ്റുമില്ല, ഇവിടെ നിന്ന് അയച്ച ചാറ്റുമില്ല, ആകെ ഒരേ ഒരു ചാറ്റ് മാത്രം. ഇപ്പം മനസ്സിലായില്ലേ കോവയുടെ ഊടായ്പ് കോവയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇതാണ് ഊടായ്പിൻ്റെ ഉസ്താദാണ് അവൾ. ഊടായ്പിലാണ് അവൾ PG ചെയ്യുകയാണ് ഊടായ്പിൽ. അമ്മാതിരത്ത് ഊടായ്പ് പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതും ഇത്തരത്തിൽ ഞാൻ പ്രതികരിക്കുന്നതും. എടി കോവേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാറ്റ് നീ കൊണ്ടുവന്നിട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ DP ഒക്കെ വെച്ചിട്ട് നീ കാണിക്കുന്നുണ്ട്. എൻ്റെ DP എന്താണെന്ന് നിനക്കറിയാവോ? അതെങ്ങനെ? വേറെ മൊബൈലിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ പറയാൻ പറ്റും. നിൻ്റെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നിൻ്റെ അമ്മയുടെയും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എടി, ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നമ്പറിൽ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് നീ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ നോക്കരുത്. മനസ്സിലായില്ലേ? കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ നീ മിടുക്കത്തിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിൻ്റെ ഊടായ്പ് ഞാൻ കൈയോടെ പൊളിച്ചു തരാം. എൻ്റെ DP ഇതാണ്. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാറ്റും ഉണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ചാറ്റും ഉണ്ടാവും. ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ നീ തന്തയ്ക്ക് ജനിച്ചതാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നീ പെണ്ണാണെങ്കിൽ കൊണ്ടുവന്നിടറി. എൻ്റെ DP ഞാൻ ചാറ്റ് ചെയ്തത് ഇത് കണ്ട, എൻ്റെ കവർ ഫോട്ടോ, സോഷ്യൽ മീഡിയ കൊടുത്ത എൻ്റെ നമ്പറിൻ്റെ കവർ ഫോട്ടോ, എൻ്റെ പ്രൊഫൈൽ പിക്ക് ഇതാണ്. അതിൻ്റെ അടിയിൽ എന്താ എഴുതി വെച്ചേക്കണെന്നറിയോ? കൃഷ്ണ ഗുരുവായൂരപ്പ കാണിക്കുന്നതാണ്. അപ്പം ഇതല്ലല്ലോടി അതിനകത്ത് കണ്ടത്. ഇതാണ് മോളെ ഞാൻ സോഷ്യൽ മീഡിയ കൊടുത്ത നമ്പറിൻ്റെ DPയും കവർ ഫോട്ടോയും ഒക്കെ. എടുത്തിടാൻ പറ്റുമോ നിനക്ക്? ഞാൻ ചാറ്റ് ചെയ്തത് എടുത്തിടറി നിനക്ക്. നീ പെണ്ണാണെങ്കിൽ എടുത്തിടറി. ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വീഡിയോകൾ ലൈവ് ഞാൻ ഇട്ടത്. ഇപ്പം ഞാൻ വീട്ടിലെത്തി, കുറച്ച് ടയേർഡാണ്, ഇനിയും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം മറുപടി കൊടുക്കാണ്ടിരിക്കില്ല. എവിടെയാണെങ്കിലും മറുപടി അപ്പം കിട്ടും. കോവേ, നിൻ്റെ നീ ഊടായ്പിൻ്റെ ഉസ്താദാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരുമാതിരി എടി നീ ആ വീഡിയോൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് നോക്ക്. നീ അങ്ങോട്ട് വിളിച്ചുണ്ടാക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി കഴിഞ്ഞു. നീ എന്തിനാ ഇനി നാടകം കളിച്ച് മാതിരി ഇറക്കുന്നത്? എടി, ഞങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന കൊള്ളരായ്മയ്ക്കാണ്, അവൾ ചെയ്യുന്ന ഊടായ്പിനെതിരെയാണ്. അല്ലാണ്ട് അവളായിട്ട് നമുക്കെന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പോലെ വരുത്തി തീർത്തുകൊണ്ട് അവൾക്കെതിരെ പ്രതികരിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂരമ്പലത്തിൽ നടന്ന ഇഷ്യൂവിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇത്രയും വന്നിട്ടുള്ളത്. അപ്പം അതൊന്നും ഇല്ലാത്തതൊന്നുമല്ല, ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പം നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ അവൾ അമ്പലത്തിൽ കയറുന്ന കാര്യം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ചൂണ്ടിക്കാണിച്ച് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടി നീ. നീ ഇരുന്നും കൊണ്ട് അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് പിച്ചും പേയും പറയാണ്ട് നീ ഊടായ്പിറക്കി. കണ്ടല്ല, ഇതാണ് എൻ്റെ പ്രൊഫൈൽ പിക്കും എൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോയും. ഇതിന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ച് താടി. നാട്ടിലുള്ളവളാണെങ്കിൽ പെണ്ണാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് 2 മണിക്കൂറായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത്
ഈ നമ്പർ എടുത്താൻ തുടങ്ങി എൻ്റെ പ്രൊഫൈൽ പിക്കും എൻ്റെ കവർ ഫോട്ടോയും ഇതാണ് ഇതാണ്. ഇത് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതിനകത്തു നിന്നൊരു ചാറ്റ് വന്നേക്കണമെന്ന് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നിന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിനക്കൊന്ന് കൊണ്ടുവന്ന് ഇടാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് ഇടറി. അപ്പം പ്രിയ എന്താണ് പറഞ്ഞത് നിന്നോട് എന്നുള്ളത് ജനങ്ങളും കൂടി കേൾക്കട്ടെ. പ്രിയ നിന്നോട് എന്ത് പറഞ്ഞു ജനങ്ങൾക്കും കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? കൊണ്ടൊന്ന് ഇടറി. വെല്ലുവിളിക്കാണ്. നീ അവിടെ ഇരുന്നും കൊണ്ട് മുറുമുറുക്കുന്ന പിച്ചും പേയും പറയുന്ന പോലെയല്ല. നിനക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിനക്ക് നട്ടലുള്ള പെണ്ണാണ് ഈ കൊണ്ടുവന്ന് ഇടറി. ഊടായിപ്പിറക്കുമ്പോൾ ഒരു മര്യാദക്കൊക്കെ ഇറക്കടി നീ. എന്നിട്ട് നീ ചാറ്റ് ചെയ്തത് എവിടെ? അതിനകത്തൊരു പ്രൊഫൈൽ പിക്ക് പോലും ഇല്ല. ഒരു പ്രൊഫൈൽ പിക്ക് പോലും ഇല്ല. ഇനി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തത് വച്ചുണ്ടാക്കി കാണിച്ചാലും ഞാൻ കൊണ്ടുവന്നിടും. എന്താ നീ പറഞ്ഞത്, എന്താ ഞാൻ പറഞ്ഞതെന്ന കാര്യം ഞാൻ കൊണ്ടുവന്നിടും. അപ്പം ജനങ്ങളും കൂടി ഒന്ന് അറിയണ്ടേ? കോവ ഇങ്ങനെ ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകിയിട്ട് പിച്ചും പേയും പറയുന്ന പോലെയൊന്നല്ല. ചങ്ങലക്കിടേണ്ട സമയത്ത് ചങ്ങലക്കിട്ടില്ലെങ്കിൽ ഇതിനിയും മൂർധന്യാവസ്ഥയിലെത്തും. പിന്നെന്താ ഉപദ്രവമായി, ഓട്ടായി, ചാട്ടായി. എന്തിനായി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണത്? അത് അന്തേനോടും തള്ളേനോടും ഞാൻ പറയാണ്. ഇതിനെ ചങ്ങലക്കിടുക. ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിന് 10 പൈസയുടെ കുറവുണ്ടെന്നാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതിന് 10 അല്ല, 25 അല്ല, 50 പൈസയുടെ കുറവുണ്ടെന്ന് മനസ്സിലായി. അപ്പം ചങ്ങലക്കിടേണ്ട സമയത്ത് ചങ്ങലക്കിട്ടാൽ ഇത് ഇനിയും അല്ലെങ്കിൽ വല്ല നെല്ലിക്കാത്താളോ എന്തെങ്കിലും വെക്കി മൂർധന്യാവസ്ഥയിലേക്ക് പോവില്ല. അതാണ് ചെയ്യേണ്ടത്. കണ്ടന്റ് ഇല്ലെങ്കിൽ നുണയും പറഞ്ഞിട്ടാണോ വരുന്നത്? നാണോ മാനോ ഉളുപ്പുണ്ടോ നിനക്ക് ലെവലേശം? നുണ പറയുമ്പോൾ ഊടായിപ്പിറക്കുമ്പോൾ ഇത്തിരി മര്യാദക്ക് ഇറക്കിക്കൂടെ? ഈ മാതിരി എൻ്റെ DPയും എൻ്റെ കണ്ടല്ലോ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ പിക്കും എൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് നീ കാണിച്ച നീല ഒന്നുമില്ലാത്ത നീ ക്രിയേറ്റ് ചെയ്ത് നീ ഊടായ്പ് കാണിച്ചുണ്ടാക്കിയ വാട്സപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നിന്നെ വേറെ വാട്സപ്പിൽ നിന്നല്ലാണ്ട് ഒരു സ്ഥലത്തൊന്നും നിന്നെ ചാറ്റ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ നിൻ്റെ ഉണ്ടാവൂല അതിനകത്ത്. കൊണ്ടുവന്ന് ഇടറി. ധൈര്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇടറി നിനക്ക് പെണ്ണണങ്ങി. ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണോ 10 തന്തയ്ക്ക് ജനിച്ചതാണോ എന്നൊന്നും നീ കുറേ നിൻ്റെ ഒരു ഫീസണി നിൻ്റെ കുടുംബത്തിൽ ഇരുന്ന് ഇറക്കിയാൽ മതി. നീ ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട കേട്ടോടി കോവൈ. നീ എന്നെ ചാറ്റ് എടുത്തിട്ട് മൂക്കിൽ വലിച്ചേറ്റുമെങ്കിൽ അങ്ങോട്ട് വലിച്ച് കയറ്റിടി അങ്ങോട്ട്. നീ എന്തൊക്കെ ഇല്ലാണ്ട് ഞാൻ പലവട്ടം നിന്നോട് ചോദിച്ചല്ലോ. ഇത് തുടങ്ങിയ പിന്നെ ഞാൻ പ്രതികരിക്കുമെന്ന് നീ വിചാരിച്ചില്ലല്ലേ? ഞാൻ പ്രതികരിക്കൂടി, അന്തസ്സായിട്ട് പ്രതികരിക്കും. ഞാൻ പ്രതികരിച്ചപ്പോൾ തുടങ്ങി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തേ അതിന് മറുപടി പറയുന്നില്ല എൻ്റെ കോവൈ? എന്തേ അതിന് മാത്രം നീ കണ്ട ഭാവം നടിക്കുന്നില്ല? നീ കൊയിലാണ്ടിക്ക് പോണ കാര്യം ഇപ്പം ഞാൻ എത്രാമത്തെയോ വട്ടം ലൈവിൽ ചോദിക്കുന്നതാണ്. അതുപോലെ ഇപ്പോഴും ചോദിക്കുകയാണ്. എന്തേ നീ കൊയിലാണ്ടിക്ക് പോവാത്തു? നിനക്ക് അവിടെ ചെല്ലാന്ന്, നീ അവിടെ ചെല്ലും എന്നൊക്കെ വെല്ലുവിളിച്ചവളല്ലേ നീ? അപ്പം അത് അങ്ങോട്ടെങ്കിലും നടത്താനുള്ള ഒരു ആംബിയർ നിനക്കുണ്ടോടി? നീ അത് നടത്തി കാണിക്കുക. എന്നിട്ട് നീ എൻ്റെ പേരിലൊക്കെ ഊടായിപ്പടിച്ചിറക്ക്. നീ എത്ര നാൾ ഊടായിപ്പിറക്കി ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യൂടി? കാണാടി, കാണാം. നീ എൻ്റെ പേരിൽ ഊടായിപ്പിറക്കിയിട്ട് നീ വീഡിയോ ചെയ്യും. ഞാൻ നിനക്ക് ചാറ്റ് ചെയ്തതാണെങ്കിൽ അതിനുള്ള മറുപടി എൻ്റെ നമ്പർ ഒക്കെ കാണിക്കടി. ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയ ചേച്ചി എന്നല്ലല്ലോടി എൻ്റെ വാട്സപ്പ് ID-യുടെ ഇത്. അതിനകത്ത് എന്തടി എൻ്റെ പ്രൊഫൈൽ പിക്കും കവർ ഫോട്ടോയും ഒന്നും കാണിക്കാത്തത്? അപ്പം അത് എൻ്റെ അല്ലല്ലേ കണ്ടുപിടിച്ചടി. എൻ്റെ അല്ലല്ലേ. അപ്പോൾ പൊന്നാര മോള് ഊടായ്പ് കാണിക്കാതെ കൊയിലാണ്ടിക്ക് പോകാൻ നോക്ക്. എന്നിട്ട് ബാക്കി അവിടെ ചെന്ന് വാങ്ങിച്ചോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കൈയടിക്കാം. അപ്പോൾ
അവളെന്തായാലും വീഡിയോ ഇടും. നീയും വീഡിയോ ഇടണേ. കൊയിലാണ്ടിക്ക് പോയിട്ട് അവളുടെ മുറ്റത്ത് ചെന്ന് നിൽക്കുന്ന വീഡിയോ ഒന്ന് ഇട്ടെങ്കിൽ ഒന്ന് കാണായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കൈയടിക്കാം. അവൾ ഉറപ്പായിട്ടും വീഡിയോ ഇടും. പിന്നെ അവൾ അവിടെ ഒരു സാധനം എടുത്തു വച്ചിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ സപ്പോർട്ടിങ് ഒന്നല്ല. അവൾ ചെറ്റത്തരം ചെയ്യട്ടെ, അപ്പം നമ്മൾ പറയും എടി അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറുപടി പറ. അല്ലാണ്ട് ഉടായ്പും കാര്യങ്ങളും എടുത്തിട്ട് നീയും അവളും തമ്മിൽ ഇഷ്യൂ ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇരുന്നിട്ട് ചൊറിയേണ്ട ഒരു കാര്യമില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ, മര്യാദയെ പറഞ്ഞിട്ടുള്ളൂ, മര്യാദയെ പറയുള്ളൂ. മര്യാദകേട് കാണിക്കുന്നത്, ഉടായ്പ് കാണിക്കുന്നത് നീയാണെന്ന് എൻ്റെ വാട്സപ്പ് ചാറ്റ് ഞാൻ ചെയ്തതാണെന്നും പറഞ്ഞ് നീ കാണിച്ചത് ഉടായ്പല്ലേടി. ഞാൻ കാണിച്ചെന്നില്ലേ എൻ്റെ വാട്സപ്പ് എന്താണെന്ന്? അതെടുത്ത് നിനക്ക് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണിക്കടി. കോവേ ചേറ്റത്തരം ചെയ്യണേനെ ഒരു പരിധിയുണ്ട്. കള്ളത്തരം ചെയ്താലും അതിനൊരു സത്യം ഉണ്ടടി. മാന്യം മര്യാദയ്ക്ക് നടന്നു. കണ്ടന്റ് ഇല്ലെങ്കിൽ കിളയ്ക്കാൻ പൊടി. നീ കണ്ടന്റ് ഇല്ലെങ്കിൽ അല്ലാണ്ട് മറ്റുള്ളവർക്കിടെ പേരിൽ നീ നുണച്ചിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ പൂര നുണച്ചി കള്ളിയാണ്. നീ കള്ളത്തരം ചെയ്യുന്ന കള്ളിയാണെന്ന് ഇതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നീ അടുത്ത കള്ളത്തരം കൊണ്ട് വാട്ടാം, പൊളിച്ചടക്കി തരാം. ഇടി നിന്നെ പറ്റാഞ്ഞിട്ട് എന്നെടി ബ്ലോക്ക് ചെയ്ത് വെച്ചത്. നീ എന്നിട്ട് എന്തിനാടി നിൻ്റെ തള്ളയുടെയും തന്തയുടെയും മൊബൈലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത്? നാണോ മാനോ ഉളുപ്പുണ്ടോടി നിനക്ക് ലെവലേശം? ആസത്തെ